എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നെത്തിയിരിക്കുന്നത് കോഴിക്കോട് ശാന്തിഗിരി ആശ്രമത്തിലാണ്. ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് കക്കോടി എന്ന സ്ഥലത്ത് പറമ്പിൽ ബസാർ എന്ന വില്ലേജിലാണ്. വലിയൊരു മലയുടെ മുകളിൽ 16 ഏക്കറോളം വിസ്തൃതമായ പ്രദേശത്താണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. നവജ്യോതി ശ്രീ കരുണാകര ഗുരുവാണ് ശാന്തിഗിരി ആശ്രമങ്ങളുടെ എല്ലാം സ്ഥാപകൻ. ഈ ഫോട്ടോയിൽ കാണുന്നതെല്ലാം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതുമായ മഹത് വ്യക്തിത്വങ്ങളാണ്. പ്രശസ്ത സിനിമാ സംവിധായകനായ ശ്രീ രാജീവ് അഞ്ചലാണ് ഈ ആശ്രമം ഡിസൈൻ ചെയ്തതും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും. കൊല്ലം ജില്ലയിലെ ജടായുപ്പാറ എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെയും പ്രധാന ശില്പിയും ഡയറക്ടറുമാണ് അദ്ദേഹം. നമ്മളപ്പോൾ ആശ്രമത്തിൻ്റെ മുൻഭാഗത്ത് എത്തിയിട്ടുണ്ട്. കാറുകളെല്ലാം വിശാലമായി പാർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇതാണ് ആശ്രമ കവാടം. കവാടത്തിൻ്റെ അരികിൽ ചെറിയ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ തിരക്കില്ലാത്ത സമയത്തും അതേപോലെ ഉച്ച സമയത്തുമാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതിനാൽ ഭക്തർ തീരെ കുറവാണ്. അല്ലാത്ത സമയം ധാരാളം ഭക്തർ കാണാറുണ്ട്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ കൂടി സ്ഥലം നമുക്ക് ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു ഉച്ച സമയമായതിനാൽ ഭക്തജനങ്ങളുടെ തിരക്ക് തീരെയില്ല. തീരെ ഭക്തജനങ്ങളില്ലെന്ന് തന്നെ പറയാം. എല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്. കാരണം ഇപ്പോൾ വന്നത് ആശ്രമത്തെ പൂർണ്ണമായും ചിത്രീകരിക്കുന്നതിനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് ഈ തിരക്കൊഴിഞ്ഞ സമയത്ത് എത്തിയിരിക്കുന്നത്. ഇപ്പം എല്ലാം വിജനമായിട്ട് കിടക്കുകയാണ്. നമുക്ക് ശാന്തമായി എല്ലാം ഭംഗിയായി ചിത്രീകരിക്കാനുള്ള ഒരു അവസരം ഇപ്പോഴുണ്ട്. എന്നാൽ ആശ്രമത്തിൻ്റെ ഉൾഭാഗമോ ശ്രീകോവിലോ മൊബൈലിൽ പകർത്താൻ അനുവാദമില്ല. രാവിലെയും വൈകുന്നേരങ്ങളിലും ഇവിടെ പൂജയും ഭജനയും പ്രാർത്ഥനയും ഒക്കെ നടക്കാറുണ്ട്. ഒരു താമരപ്പൂവിൻ്റെ മാതൃകയിലാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ശാന്തിഗിരി എന്ന പോലെ തന്നെ ഒരു ശാന്തിഗിരി തന്നെയാണ്. ഒരു സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ് ഇവിടെ എപ്പോഴും ഉണ്ടായിരിക്കുക. ശാന്തിഗിരി അഥവാ ശാന്തിയുടെ കൊടുമുടി തന്നെയാണ് ഈ പേര് കൊണ്ട് അനർത്ഥമാക്കുന്നത്. വലിയൊരു കുന്നിൻ്റെ മുകളിലായതിനാൽ കോഴിക്കോടിൻ്റെ ചുറ്റു പ്രദേശങ്ങളും നമുക്കിതിൻ്റെ മുകളിൽ നിന്നും വീക്ഷിക്കാനാവും. ധാരാളം മരങ്ങളും കാടുമുള്ള പ്രദേശമായതിനാൽ എപ്പോഴും നല്ല കാറ്റ് കിട്ടുന്ന ഒരു പ്രദേശമാണിവിടെ. ഉച്ച സമയമായാൽ പോലും അത്രയധികം ചൂട് നമുക്ക് അനുഭവപ്പെടാറില്ല. അങ്ങ് ദൂരെയായി കാണുന്നത് ഇവിടെ നിന്നും ഏകദേശം 10-15 കിലോമീറ്ററോളം ദൂരെയുള്ള ഹൈലൈറ്റ് മാൾ എന്ന് പറയുന്ന ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ മാളാണ്. ആശ്രമത്തിൻ്റെ ചുറ്റും നിന്ന് കോഴിക്കോടിൻ്റെ വളരെ വിദൂരമായ ഭംഗി ആസ്വദിക്കാൻ നമുക്ക് സാധിക്കും.
സത്യത്തിൽ എത്ര മനോഹരമായ രൂപകൽപ്പനയാണ് ഈ ആശ്രമവും പരിസരവും. താഴെ നിന്നും നമ്മൾ ആശ്രമത്തിലേക്ക് കടന്നു വന്ന പാതയാണ് കാണുന്നത്. മറ്റു മതസ്ഥരും ഇവിടെ ധാരാളം എത്താറുണ്ട്. കാരണം വളരെ ശാന്തിയേറിയ ഒരു സ്ഥലമായതിനാൽ വന്നിരിക്കുവാനും ചുറ്റും വീക്ഷിക്കാനൊക്കെ നല്ലൊരു പ്രദേശമാണ്.